ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വസന്ത പഞ്ചമി ദിവസം. നാളത്തെ പ്രത്യേകതകളെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രത്തിനെക്കുറിച്ചും ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ 5-ാം നാൾ പഞ്ചമിയാണ് വസന്ത പഞ്ചമിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ മാസങ്ങളിലും പഞ്ചമി തിഥി വരുന്നുണ്ട്. കറുത്ത പക്ഷത്തിലെ പഞ്ചമി എന്നും വെളുത്ത പക്ഷത്തിലെ പഞ്ചമി എന്നും, അതായത് തേയ്പിറ പഞ്ചമി, വളർപ്പിറ പഞ്ചമി. അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 5-ാം നാളും പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന 5-ാം നാളിനെയുമാണ് നമ്മൾ പഞ്ചമി തിഥിയായി കണക്കിലെടുക്കുന്നത്. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വസന്ത പഞ്ചമി അല്ലെങ്കിൽ ശ്രീ പഞ്ചമി എന്നറിയപ്പെടുന്ന ഈ പഞ്ചമി ദിവസം വളരെ അധികം വിശേഷപ്പെട്ട ഒന്നാണ്. വിദ്യാരംഭത്തിൻ്റെ ദിവസമായും വസന്ത പഞ്ചമി പറയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ദീപാവലി, ലക്ഷ്മി പൂജയ്ക്ക് അനുയോജ്യമായതുപോലെ ദുർഗാഷ്ടമി ദിവസങ്ങളിൽ പാർവതി ദേവിയെയും കാളിദേവിയെയും വഴിപാട് ചെയ്യുന്നത് പോലെ വസന്ത പഞ്ചമി നാളുകളിൽ നമ്മൾ സരസ്വതി ദേവിയെയാണ് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അറിവിൻ്റെ ദേവതയാണ് സരസ്വതി ദേവി. വസന്ത പഞ്ചമി നാളിൽ സരസ്വതിയെ ആരാധിക്കുന്നതും ലക്ഷ്മിയുടെയും കാളീദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന വസന്ത പഞ്ചമി ദിവസത്തിൽ നമ്മൾ സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും വഴിപാട് ചെയ്തു വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ തീരാത്ത പ്രശ്നങ്ങളും തീർന്നു കിട്ടും എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടിയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അമ്മമാർ ഈ ദിവസത്തിൽ സരസ്വതി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാർ പതിവാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീടുകളിൽ തന്നെ സരസ്വതി ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിക്കാം, ദേവി മഹാത്മ്യം ജപിച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ പലർക്കും നാളെ പല തിരക്കുകൾ കാരണം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ വീട്ടിൽ പൂജകൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഇനിയൊരു കാര്യം കൂടി പറയാം. പൂജകൾ ചെയ്യാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പീരിയഡ്സ് ആണ് എങ്കിൽ കൂടി, അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പൂജാമുറിയിൽ കയറാൻ പറ്റിയില്ല, ജോലി തിരക്ക് കാരണമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് പറയുന്നവരാണെങ്കിൽ വീട്ടിലെ വേറെ ആരോടെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീട്ടിൽ ദീപം തെളിയിക്കുവാനായിട്ട് പറയുക. അതും പ്രധാനമായും ഇത്രയും ദിവസം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനാണ് എന്നും പൂജാമുറിയിൽ കയറുന്നത്, പക്ഷേ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല, സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നാളെ വസന്ത പഞ്ചമി ദിവസത്തിലെങ്കിലും അതിരാവിലെ കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഒരു നെയ്ദീപമോ അല്ലെങ്കിൽ ഒരു നല്ലെണ്ണ ദീപമോ, ഇനി നമുക്ക് ഏത് വിളക്കുമില്ലെങ്കിൽ ഒരു മൺവിളക്കെങ്കിലും തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് ഞാനിവിടെ പറയാം. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ പറയുന്ന ഈ മന്ത്രം പൂജാമുറിയിൽ കയറി ദീപം തെളിയിക്കാൻ സാധിക്കാത്തവർക്കും ചൊല്ലാം. പക്ഷേ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു ദീപം തെളിയിക്കുമ്പോൾ ആ ദീപത്തിൽ നിന്നും വരുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. പലരും പല സന്ദർഭങ്ങളിലും വീട്ടിലെ പൂജകൾ ചെയ്യുന്നില്ല, ഇനി പൂജ ചെയ്തില്ലെങ്കിലും ഒരു ദീപമെങ്കിലും തെളിയിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് പറയുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാമി പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. 1-2 ദിവസങ്ങൾ നമ്മൾ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ തുടർച്ചയായിട്ട് ഒരാഴ്ച, 15 ദിവസം, 20 ദിവസം, 1 മാസം എന്നിങ്ങനെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ അറിയാതെ ഒരു നെഗറ്റീവ് ശക്തി നമ്മളെ ചൂഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിവിടെ എടുത്തു പറയാൻ കാരണം ദീപത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. നാളെ ദീപം തെളിയിച്ചാലും ഇല്ലെങ്കിലും ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് ദീപം തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല. നാളെ രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം കുളിക്കുക. തീർച്ചയായിട്ടും നാളെ രാവിലെ ഉണർന്നതും കുളിച്ചു കഴിഞ്ഞതിനു ശേഷം കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് 51 അല്ലെങ്കിൽ 108 ഓർമ്മയിൽ വയ്ക്കുക. 51 പ്രാവശ്യം അല്ലെങ്കിൽ 108 പ്രാവശ്യം ഓം ശ്രീം നമ, ഓം ശ്രീം നമ, ഓം ശ്രീം നമ എന്നുള്ള ഈ മന്ത്രം. ഓം എന്നുള്ളത് പ്രണവമന്ത്രമാണ്, ശ്രീം എന്നുള്ളത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്.
പക്ഷേ നമ്മളിവിടെ ഓം ശ്രീം നമ എന്ന് പറയുന്നത് കൊണ്ട് ലക്ഷ്മി ദേവിയെ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, സകല ദേവിമാരെയും ദേവന്മാരുടെയും അനുഗ്രഹത്തിനു വേണ്ടി ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ഓം ശ്രീം നമ. ഓം ശ്രീം നമ എന്നുള്ള ഈ മന്ത്രം ഇത് നമ്മൾ നാളെ മറക്കാതെ ജപിക്കുക. ഇനി പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെയ്ദീപം തെളിയിച്ച് വെച്ചിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും അല്ലെങ്കിൽ കാളിദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ പഞ്ചമി തിഥി ആയതിനാൽ തന്നെ പലരും നമ്മുടെ വരാഹി അമ്മയെ വഴിപാട് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരുക്കത്തിലായിരിക്കും. കാരണം എല്ലാ പഞ്ചമി തിഥികളിലും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പഞ്ചമി തിഥിയിലും ഞങ്ങൾ ദീപം തെളിയിച്ച് 5 മൺവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വളരെ ഉത്തമം. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ വസന്ത പഞ്ചമി ദിവസത്തിൽ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും, ശത്രുദോഷങ്ങൾ ഇല്ലാതാകും, ദീർഘസുമംഗലി ഭാഗ്യം നമ്മളെ തേടി വരും. അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറിക്കിട്ടും, നെഗറ്റീവ് ശക്തികളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർ നാളെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്ന സമയമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിരുന്നു കൊണ്ട് ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ ശ്രീ മാത്രേ നമ, ശ്രീ മാത്രേ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. ഈ മന്ത്രത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മന്ത്രം നാളെ ജപിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരും, കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. ഇനി അഥവാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് രാവിലെ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പീരിയഡാണ്, പുലവാലായ്മയാണ്, ഞാൻ വീഡിയോ വൈകിയാണ് കണ്ടത് എന്ന് പറയുന്നവരാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിൽ 51 അല്ലെങ്കിൽ 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ എഴുതാൻ ആഗ്രഹമുള്ളവർ, പലർക്കും എഴുതിയാൽ ഉടൻ തന്നെ അവരുടെ ആഗ്രഹം നിറവേറി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എഴുതുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ശ്രീ മാത്രേ നമ, ശ്രീ മാത്രേ നമ എന്നുള്ള ഈ മന്ത്രം നാളെ ഉറങ്ങുന്നതിന് മുന്നേ 108 പ്രാവശ്യം എഴുതി കിടക്കാവുന്നതാണ്. ഈ മന്ത്രം എഴുതും തോറും നമുക്ക് വരാഹി അമ്മയുടെ അനുഗ്രഹം പരിപൂർണമായും നമ്മളെ തേടി വരുന്നതായിരിക്കും. എഴുതി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. നാളെ എപ്പോഴാണെങ്കിലും സാരമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയോ ഉച്ച സമയത്തോ വൈകുന്നേരമോ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ ഏത് സന്ദർഭത്തിലാണെങ്കിലും സാരമില്ല, നമ്മൾ നാളെ ഞാൻ ഈ പറഞ്ഞ 2 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും എഴുതുവാനോ ചൊല്ലുവാനോ ശ്രമിക്കുക. ഏത് കാര്യം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ മന്ത്രം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് ആ കാര്യം ഉടൻ തന്നെ നിറവേറിക്കിട്ടും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു തിരു ദിവസമായതിനാൽ തന്നെ നാളെ ഒരു 3 പേർക്കെങ്കിലും തൈര് സാദം പ്രസാദമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, തൈര് സാദം എന്ന് പറയുമ്പോൾ വലിയ ചിലവുകളൊന്നും തന്നെയില്ല. നമ്മൾ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഒരു കൈപ്പിടി അളവിനുള്ള അരി കുറച്ച് കൂടുതലായിട്ട് ഇട്ടാൽ അതിൽ കുറച്ച് തൈര് ഒഴിച്ച് നമുക്ക് താളിച്ച് ഒരു ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിനുള്ള ഫലം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഇവിടെ കുറഞ്ഞത് 3 പേർക്കെങ്കിലും കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് കൊടുക്കുവാൻ താല്പര്യമുണ്ടോ അത്രയും പേർക്ക് കൊടുക്കാം. ദാനത്തിലെ ഏറ്റവും മികച്ച ദാനം അന്നദാനമാണ് എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ മന്ത്രം ജപിക്കുകയും അതുപോലെ തന്നെ ദാനങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാനം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, തിരുനാമങ്ങൾ, വഴിപാടുകൾ, അതുപോലെ തന്നെ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.